നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 1 ശ്ലോകം 39, 40 എന്നിവ. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാഃ സനാതനാഃ ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നമധർമ്മോ വിഭവത്യുത. കുലക്ഷയേ, കുലം നശിച്ചാൽ ശാശ്വതങ്ങളായ കുലധർമ്മങ്ങൾ നശിക്കുന്നു. ധർമ്മേ നഷ്ടേ, ധർമ്മങ്ങൾ നഷ്ടപ്പെടുമ്പോൾ കുലത്തിന് ഒട്ടാകെ അധാർമികത നേരിടുകയില്ലേ? അതായത് വംശം നശിക്കുന്നതോടുകൂടി ഏറെ കാലമായി പുലർത്തിപ്പോന്ന കുലധർമ്മങ്ങൾ നശിക്കുന്നു. അങ്ങനെ ധർമ്മം നശിക്കുമ്പോൾ വംശത്തിൽ ശേഷിക്കുന്നവർ അധാർമിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. കുടുംബാംഗങ്ങളെ വേണ്ടും വണ്ണം വളരാനും ആത്മീയ മൂല്യങ്ങൾ നേടാനും സഹായിക്കുന്ന അനേകം മതാചാര വിശേഷങ്ങൾ വർണ്ണാശ്രമ വ്യവസ്ഥയിലുണ്ട്. ജനനം മുതൽ മരണം വരെ തുടരുന്ന ഈ ശുദ്ധീകരണ പ്രക്രിയകൾ തലമുതിർന്നവരുടെ ചുമതലയിൽ നടത്തുന്നു. അവരെല്ലാം മൃതിയടഞ്ഞാൽ ശുദ്ധീകരണത്തിനു വേണ്ടിയുള്ള കുടുംബാചാരങ്ങൾ നിലച്ചേക്കാം. ശേഷിച്ച ഇളം തലമുറക്കാർ അധാർമിക സ്വഭാവം കൈക്കൊള്ളുകയും അങ്ങനെ ആത്മീയ മുക്തിക്കുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്തേക്കും. അതുകൊണ്ട് വംശപിതാക്കൾ ഒരിക്കലും വധത്തിന് അർഹരല്ല. ശ്ലോകം 40. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയഃ സ്ത്രീഷു ദുഷ്ടാസു വാഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ. അല്ലയോ കൃഷ്ണ, കുലത്തിൽ അധർമ്മം മുന്നിട്ടു നിന്നാൽ സ്ത്രീകൾ ദുഷിച്ചുപോകും. അല്ലയോ വൃഷ്ണികുലത്തിൽ പിറന്നവനെ, സ്ത്രീത്വം ദുഷിച്ചാൽ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കുന്നു. സമൂഹത്തിൽ സജ്ജനങ്ങൾ കൂടുതലുണ്ടാകണം. അത് ജീവിതത്തിൽ സമാധാനത്തിനും ഐശ്വര്യത്തിനും ആത്മീയ വിശ്വാസത്തിനും കളമൊരുക്കുന്നു. രാജ്യത്തിന്റെയും ജനതയുടെയും നന്മയ്ക്കു വേണ്ടി രൂപീകരിക്കപ്പെട്ടവയാണ് വർണ്ണാശ്രമത്തിന്റെ വ്യവസ്ഥകൾ. അത്തരം ഒരു ജനസമൂഹം അതിലെ സ്ത്രീകളുടെ ചാരിത്രത്തെയും വിശ്വാസ്യതയെയും ആശ്രയിച്ചു നിലനിൽക്കുന്നു. കുട്ടികൾ പിഴച്ചു പോകാൻ എളുപ്പമുണ്ട്, സ്ത്രീകൾ അധപ്പതിക്കാനും അത്ര തന്നെ എളുപ്പമുണ്ട്. അതുകൊണ്ട് കുട്ടികളെയും സ്ത്രീകളെയും കുലത്തിലെ പ്രായം ചെന്നവർ രക്ഷിക്കേണ്ടിയിരിക്കുന്നു. വിവിധങ്ങളായ മതാചാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് കഴിയുന്ന സ്ത്രീകൾ വഴിപിഴച്ചു പോകാൻ ഇടയില്ല. പാരമ്പര്യമായ വിവിധ ആചാരാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവർ പാതിവ്രത്യവും ഭക്തിയും കൊണ്ട് വർണ്ണാശ്രമധർമ്മത്തിൽ പങ്കെടുക്കാൻ അർഹതയുള്ള ഒരു ജനതയെ സൃഷ്ടിക്കും. സമൂഹത്തിലെ പുരുഷന്മാരും ഉത്തരവാദിത്തമില്ലാതെ ജനപ്പെരുപ്പത്തിന് വഴിയൊരുക്കും. മനുഷ്യവർഗത്തെ യുദ്ധവും പകർച്ചവ്യാധിയും അടിക്കടി ക്ഷയിപ്പിക്കാൻ തുടങ്ങും.